സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോൾ നമുക്കൊപ്പം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചേരുകയാണ്. മിനിസ്റ്ററെ, വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ എത്തി എന്ന് പറയുന്നതൊക്കെ ശരിയാണോ? ശരിയാണ്. 2023 ഏപ്രിൽ 19 ഏറ്റവും കൂടുതൽ വന്നത് 102.99 മില്യൺ യൂണിറ്റാണ്. ഈ 26 103.9, ഇന്നലെ 27 104.67. അതിൻ്റെ കൂടെ ആഭ്യന്തര ഉൽപ്പാദനം 19 മില്യൺ യൂണിറ്റായിട്ട് കുറയുകയും ചെയ്തു. പക്ഷേ വെള്ളമില്ല, അതാണ് അതിൽ പ്രധാനം. അതിലെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് താങ്ങാൻ പറ്റാത്ത ചിലവ് വരും. വെച്ചാൽ 10 രൂപ തൊട്ട് 15 രൂപ വരെ പീക്ക് അവറിൽ മേടിക്കേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. എന്നിട്ടാണത് നമ്മൾ ചുരുങ്ങിയ ചിലവിലൂടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരൊരു സഹായം ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് ഈ പാഠം പഠിച്ചുകൊണ്ട് ഹൈഡൽ പ്രോജക്റ്റിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. 3000 TMC വെള്ളമുണ്ട്, 300 TMC നമ്മൾ ഇറിഗേഷൻ ഇലക്ട്രിസിറ്റിയും കൂടി ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കാൻ വരുമ്പോൾ എല്ലാം പരിസ്ഥിതിയിലെയൊക്കെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു തടസ്സം ഉണ്ടാക്കുന്ന വാർത്താ മാധ്യമങ്ങളിൽ അതിലൊരു പ്രധാന പങ്കുണ്ട്. അവരും കൂടി സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിച്ചത്. നിലവിലെ ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള വൈദ്യുതി സംസ്ഥാനത്തുണ്ടോ? സംസ്ഥാനത്തില്ല. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണ്. വലിയ വില കൊടുത്തിട്ടൊക്കെയാണ്, ലേലം വിളിക്കുന്ന പോലെയാണ് മേടിക്കുന്നത്. അത് 10 രൂപ തൊട്ട് 15 രൂപ വരെ പീക്ക് അവറിൽ അവർ ഡിമാൻഡ് എത്ര ഇതുണ്ടെന്നുള്ളത് വെച്ച് അതനുസരിച്ചിട്ടേ കിട്ടുള്ളൂ. ലോഡ് ഷെഡിങ് വരേണ്ടി വരുമോ ഈ ഒരു സാഹചര്യത്തിൽ? അല്ലാതെ കഴിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഈ നല്ലൊരു പ്രചരണം വൈകുന്നേരത്തുള്ള ഉപയോഗം ഒന്ന് ചെറുതായിട്ട് കമ്മിയാക്കാൻ പറഞ്ഞാൽ നമുക്ക് ലോഡ് ഷെഡിങ് ഒന്നുമില്ല. ഞങ്ങൾ കൃത്യമായൊരു നിയന്ത്രണം കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണം, നമ്മളായിട്ട് നിയന്ത്രിക്കാൻ പറയണതില്ലല്ലോ. ഇപ്പം 4 ബൾബ് കത്തിനോട് 1 ബൾബ് ഓഫാക്കിയാൽ എത്ര മാറ്റമുണ്ട്? അത് വൈകുന്നേരത്തെ ഗ്രൈൻഡർ, മിക്സി ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാതിരുന്നാൽ തന്നെ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ തന്നെ ഒരുപാട് സേവിങ്സ് കിട്ടും. അത് പകൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമമില്ല. പകൽ നമുക്ക് പവർ കട്ടിൻ്റെ ആവശ്യം വരില്ല. രാത്രി മാത്രമേ ഈ വിഷമം വരുള്ളൂ. അതായത് ഇന്നലെ ഉണ്ടായിട്ടുള്ള വൈദ്യുതി ഉപയോഗം ഈ 104.36 ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ സർവ്വകാല റെക്കോർഡാണ്. ഇതുവരെ ഉണ്ടാകാത്തതാണ്. അത് ഒരു നിയന്ത്രണം, സ്വയം നിയന്ത്രണം കൊണ്ടുവരണം എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളത്തിന് വലിയ രീതിയിൽ ക്ഷാമം ഉണ്ടാകാൻ പോവാണ്. ഇനിയിപ്പോൾ ഒരു വരൾച്ച വരെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വൈദ്യുതി കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങില്ലേ? അത് കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുന്നത് മാത്രമല്ല, ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം പോലും വലിയ ക്രൈസിസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ മാസം നമുക്ക് പറമ്പിക്കുളത്തിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള വെള്ളത്തിൻ്റെ അവർക്ക് തരാൻ ബാധ്യസ്ഥരില്ല. അപ്പോൾ നമുക്ക് പക്ഷേ പഴയ ബാക്കി തരാനുണ്ട്. അത് അവർ തന്നില്ലെങ്കിൽ അതിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയാലേ നമുക്ക് ഈ 130ഓളം കുടിവെള്ള സ്രോതസ്സുണ്ട് പുഴയിൽ, അതിനെയൊക്കെ ബാധിക്കുന്നതാണ്. അത് മുഖ്യമന്ത്രിയുടെ അടുത്തും ചീഫ് സെക്രട്ടറിയിലും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അവർ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇതൊന്ന് നിയന്ത്രിക്കാൻ ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് വൈദ്യുതി മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി അഭ്യർത്ഥിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് വൈകിട്ട് മുതൽ ഈ മെഷീനുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണം ജനങ്ങൾ കൊണ്ടുവരണമെന്ന ഒരു അഭ്യർത്ഥന മന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.